So good morning. Section 31 of the Indian Contract Act ആണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കണ്ടീജന്റ് കോൺട്രാക്ട്സ് എന്ന് പറയും. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ വോയിഡ് എഗ്രിമെന്റ് എന്താണ് എന്ന് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു ബാക്കിയാണ് ഈ കണ്ടീജന്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. സെക്ഷൻ 31 വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ എന്താണ് കണ്ടീജന്റ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ടാവും. അതായത് ഒന്ന് അൺകണ്ടീഷണൽ കോൺട്രാക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്റ്റുകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ എന്താണ് അൺകണ്ടീഷണൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? അൺകണ്ടീഷണൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ മുകളിലായിരിക്കില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ആ കോൺട്രാക്ട് നടന്നു പോകും. എന്നാൽ കണ്ടീഷണൽ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഹാപ്പനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് നടന്നാൽ മാത്രം എക്സിക്യൂട്ട് ആവുന്ന കോൺട്രാക്റ്റുകൾ എന്ന് ചുരുക്കം. അത്തരം കോൺട്രാക്റ്റുകളാണ് കണ്ടീജന്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കണ്ടീഷണൽ കോൺട്രാക്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 31 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഇതിന് കൃത്യമായിട്ടൊരു ഡെഫിനിഷൻ നമുക്ക് തരുന്നത്. എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് if some event collateral to such contract does or does not happen. അതായത് ഇതിങ്ങനെ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ളൊരു കോൺട്രാക്റ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി കൺഫ്യൂസിങ്. അത് ചിലപ്പോൾ നമ്മുടെ മൈൻഡിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. എന്നാൽ ഇതൊരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സ് വൈനോട് പറയാണ്, വയ്യേ നിന്റെ വീട് കത്തിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ 25,000 രൂപ തരും എന്നുള്ളത്. സോ ഈ ഒരു കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വൈൻ്റെ വീട് കത്തിപ്പോവുക എന്ന ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ്. വൈൻ്റെ വീട് കത്തിപ്പോയി കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ദാറ്റ്സ് എ കണ്ടീഷണൽ കോൺട്രാക്ട്. അതായത് അൺസേർട്ടൈൻ ആയിട്ടുള്ള ആ ഇവന്റിന്റെ, വീട് കത്തിപ്പോവുക എന്ന് പറയുന്ന ആ ഒരു ഇവന്റിന്റെ ഹാപ്പൻസിനെ, പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇപ്പോൾ എക്സും വൈയും 25,000 രൂപയ്ക്ക് ഏർപ്പെട്ടിരിക്കുന്ന ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ എക്സും വൈയും ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്റ്റുകളെ നമുക്ക് കണ്ടിജന്റ് കോൺട്രാക്ട്സ് എന്ന് പറയാം. ഇതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഡിപ്പെൻഡൻസ് ഓൺ എ ഫ്യൂച്ചർ ഇവന്റ് ആണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ആ ഒരു ഇവന്റിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ ഈ എക്സും വൈയും ഉണ്ടാക്കിയ കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അൺസേർട്ടൻ ഇവന്റ്. ആ ഇവന്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് അൺസേർട്ടൈൻ ആയിട്ടുള്ള ഇവന്റ് ആണ്. അത് നടക്കാം, നടക്കാതിരിക്കാം, ഈക്വൽ ചാൻസ് ഉണ്ട് അല്ലേ. ദെൻ തേർഡ് വൺ, കൊളാട്രൽ ഇവന്റ് ആണത്. എന്താ കൊളാട്രൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് കൊളാട്രൽ ടു ദി കോൺട്രാക്ട്. ആക്ച്വലി എക്സും വൈയും ഫോം ചെയ്തിട്ടുള്ള ആ കോൺട്രാക്ടിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സബ് കോൺട്രാക്ട് ആണ്. അതിനെയാണ് കൊളാട്രൽ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഇതിന്റെ പ്രധാന ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ്, വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ കണ്ടിജന്റ് കോൺട്രാക്ട് ഇനി ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വാട്ട് ആർ ദ റൂൾസ് റിഗാർഡിംഗ് ദ പെർഫോമൻസ് ഓഫ് കണ്ടിജന്റ് കോൺട്രാക്ട്സ് എന്നുള്ളതാണ്. സെക്ഷൻ 32 മുതൽ 36 വരെയുള്ള ഭാഗമാണ്. എന്തൊക്കെ റൂൾസ് ആണ് നമ്മുടെ ഈ കണ്ടിജന്റ് കോൺട്രാക്ട്സിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമ്മളോട് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കണ്ടിജന്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവന്റ്. Second point, contingent contracts depends on the non-happening of an uncertain future event. Third one, when event to be deemed impossible. Fourth one, contingent contracts depends on happening of a specified uncertain event within a fixed time. Fifth one, contingent contracts depend on the non-happening of a specified uncertain event within a fixed time. And finally, contingent contracts depends on the happening of impossible event. So കണ്ടിജന്റ് കോൺട്രാക്റ്റിന്റെ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന കോൺട്രാക്റ്റിനെ കുറിച്ചാണ്, അതിനെ റിഗാർഡ് ചെയ്യുന്ന റൂൾസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്.
കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ് ഓൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റിനെ പറ്റി ആദ്യം പറഞ്ഞു തരാം, എന്നാൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എം എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം എന്നുമായിട്ട് ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യാണ്. എമ്മിൻ്റെ കയ്യിൽ നല്ലൊരു സ്കൂട്ടർ ഉണ്ട്, അദ്ദേഹം 22,000 രൂപയ്ക്ക് അത് എന്നിന് കൊടുത്തുകൊള്ളാമെന്ന് പറഞ്ഞിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ബട്ട് എം എന്ന് പറയുന്ന ഒരാൾ ഓൾറെഡി ആ ഒരു സ്കൂട്ടർ ഓക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. എം ഈ കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ എന്നുമായിട്ട് കോൺട്രാക്റ്റ് മേക്ക് ചെയ്യുമ്പോൾ പറയുന്നത്, ഓ എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ ഓൾറെഡി ഈ സ്കൂട്ടർ ഓഫർ ചെയ്തിട്ടുണ്ട്, ഇഫ് ഹി റെഫ്യൂസ്ഡ് ടു ബൈ ഇറ്റ്, അതായത് ഓ ഈ ഒരു സ്കൂട്ടർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാത്രം ഞാൻ എം എന്ന് പറയുന്ന ഞാൻ എൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് 22,000 രൂപയ്ക്ക് സ്കൂട്ടർ തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ്, എമ്മും എന്നും തമ്മിലുള്ള ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് ഓ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒപ്പീനിയനെ ബേസ് ചെയ്തിട്ടാണ്. ആ ഒരു ഓഫർ അല്ലെങ്കിൽ എം കൊടുക്കുന്ന ഓഫർ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, റെഫ്യൂസ് ചെയ്താൽ മാത്രമേ എമ്മും എന്നും തമ്മിലുള്ള കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. ശരിയല്ലേ? ഓ എന്ന് പറയുന്ന ആള് തനിക്ക് സ്കൂട്ടർ വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ എമ്മും എന്നും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവുകയുള്ളൂ. സോ എമ്മും എന്നും തമ്മിലുള്ള കോൺട്രാക്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഓന്റെ ഒപ്പീനിയനെ, ഓന്റെ ഒരു റെഫ്യൂസിനെ ആശ്രയിച്ചിരിക്കുന്നു. സോ എം ആൻഡ് എൻ മേക്ക് ചെയ്യുന്ന കോൺട്രാക്ട് ഒരു കണ്ടിജന്റ് കോൺട്രാക്റ്റ് ആണ്. അതിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റ് ആണ്. അതായത് ഭാവിയിൽ നടക്കാൻ പോകുന്ന അൺസേർട്ടൈൻ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇവൻ്റ്. ഓൻ്റെ ഒപ്പീനിയൻ ആണ് ഇവിടെ അൺസേർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത്. അതിനെ ആശ്രയിച്ചാണ് എമ്മും എന്നും തമ്മിലുള്ള കോൺട്രാക്ട് എന്ത് ചെയ്യുന്നത്, നിലനിൽക്കുന്നത്. അപ്പോൾ ഓ വേണ്ട, എനിക്ക് ആ സ്കൂട്ടർ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും, എമ്മും എന്നും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവും. ഈ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കണ്ടിജന്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ് ഓൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇഫ് ദ ഇവന്റ് ബിക്കം ഇംപോസിബിൾ സച്ച് കോൺട്രാക്ട് ബിക്കം വോയിഡ്. അതായത് ഓ ഒരിക്കലും ഈ ഓഫർ, എമ്മിൻ്റെ ഓഫർ നിരസിക്കുന്നില്ല എന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എമ്മും എന്നും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവുകയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് കണ്ടിജന്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവൻറ്റ്. അതായത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റ് എക്സിക്യൂട്ട് ആവുക. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പോൾ എയും ബിയും അവർ എയർപോർട്ടിൽ നിൽക്കുകയാണ്. ആ സമയത്ത് എ ബിയോട് പറഞ്ഞു, ആ കാണുന്ന എയറോപ്ലെയിന് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 15,000 രൂപ തരാം. അപ്പോൾ എന്താണ്, ആ എയറോപ്ലെയിൻ തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റാണ്. അത് തിരിച്ചു വരില്ല എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് നോൺ ഹാപ്പനിങ് ആണ്. അപ്പോൾ നോൺ ഹാപ്പനിങ് ഓഫ് എ അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ആ പോയ എയറോപ്ലെയിൻ തിരിച്ചു വരില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 15,000 രൂപ തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബിയോട്. സപ്പോസ് ആ ഒരു എയറോപ്ലെയിൻ മടങ്ങി വരുന്ന സമയത്ത് അത് പൊട്ടിത്തെറിച്ചു, അത് ക്രാഷ് ആയിപ്പോയി. ഈ സമയത്ത് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് തീർച്ചയായും അവിടെ എക്സിക്യൂട്ട് ആകും. കാരണം എപ്പോഴാണോ ഈ പ്ലെയിന് ഡിസ്ട്രോയ് ആയി പോയത് അപ്പം തന്നെ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് അവിടെ പെർഫോമൻസ് ആയി എന്നുള്ളതാണ്, എൻഫോഴ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, നോൺ ഹാപ്പനിങ് ഓഫ് എ അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് ആയിട്ടുള്ള പ്ലെയിന് മടങ്ങി വരിക എന്നുള്ളത് എന്ത് ചെയ്യുക, നോൺ ഹാപ്പനിങ് ചെയ്യുക, സംഭവിക്കാതിരിക്കുക. അപ്പോൾ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിക്യൂട്ട് ആകും. ഇതാണ് മറ്റൊരു തരത്തിലുള്ള രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കണ്ടിജന്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസേർട്ടൻ ഫ്യൂച്ചർ ഇവന്റ് ആണ്. അതായത് പ്ലെയിൻ മടങ്ങി വരാതെ ഇരിക്കുക എന്നുള്ള കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്ലെയിൻ എന്ത് ചെയ്യുന്നില്ല, മടങ്ങി വരുന്നില്ല. അതുകൊണ്ട് തന്നെ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മൂന്നാമത്തെ കേസാണ് when event to be deemed impossible. സെക്ഷൻ 34 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയുന്നത്. അതായത് എയും ബിയും മേക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് സി എന്ന് പറയുന്ന ഒരാളുടെ
ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് ചിലപ്പോൾ ഇമ്പോസിബിൾ ആകും, നടക്കാനായിട്ട് പറ്റൂല. ഇവിടെ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൻ്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സിയുടെ ആക്ടിവിറ്റി, സിയുടെ പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇങ്ങനത്തെ കോൺട്രാക്റ്റുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. യെസ്, നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് കൃത്യമായി മനസ്സിലാക്കാം. ഇപ്പോൾ എ ബിയോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് 20,000 രൂപ തരാം ഇഫ് യു മാരി സി. ബി എ, ഞാൻ നിങ്ങൾക്ക് 20,000 രൂപ തരാം നിങ്ങൾ സിയെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് എ പറയാണ്. അപ്പോൾ എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട് ഇവിടെ ഫോം ചെയ്യാണ്. പക്ഷെ ഇവരുടെ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ആളുടെ പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. സപ്പോസ് സി എന്ന് പറയുന്ന ഒരാൾ ഡി എ മാരേജ് ചെയ്തു, ഡി എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചു. ഇവിടെ സിയുടെ ഈ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അത് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിനെ ഇമ്പോസിബിൾ ആക്കി തീർക്കും. എപ്പോഴാണ് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവുക? ബി എന്ന് പറയുന്ന ഒരാൾ സിയെ കല്യാണം കഴിക്കുമ്പോഴാണ്. പക്ഷേ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? സി എന്ന് പറയുന്ന ഒരാൾ ഡി ആണ് കല്യാണം കഴിച്ചത്. സോ എയും ബിയും തമ്മിലുള്ള ഈ ഒരു എഗ്രിമെന്റ് ഇമ്പോസിബിൾ ആയി തീരും. അത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ആക്ട് ഓഫ് ദ തേർഡ് പേഴ്സൺ ഓർ ഡ്യൂ ടു ദി ആക്ട് ഓഫ് സി. സി എന്ന് പറയുന്ന ആളുടെ പ്രവൃത്തി മൂലമാണ് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എന്തായി തീർന്നത്? അത് ഇമ്പോസിബിൾ ആയി തീർന്നത്. ഇനി എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എപ്പോഴെങ്കിലും പോസിബിൾ ആകാനുള്ള സാധ്യത ഉണ്ടോ? ഒരു സാധ്യത ഉണ്ട്. അതായത് സി ഡി ആണല്ലോ കല്യാണം കഴിച്ചത്. ആ ഡി എന്ന് പറയുന്ന ഒരാൾ മരിക്കുകയും പിന്നീട് സി ബിയെ കല്യാണം കഴിക്കുകയും ചെയ്താൽ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി കണ്ടിജന്റ് കോൺട്രാക്റ്റിലുണ്ട്. ഇത് മൂന്നാമത്തെ കാറ്റഗറിയാണ് വരുന്നത്. അതായത് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ ആക്റ്റിലാണെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടിയുടെ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതും ഈ കണ്ടിജന്റ് കോൺട്രാക്റ്റിന്റെ കീഴിൽ വരുന്ന ഒരു കേസാണ്. സെക്ഷൻ 34 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഇത് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നാലാമത്തെ കാറ്റഗറി വരുന്ന കണ്ടിജന്റ് കോൺട്രാക്റ്റ് ആണ്. കണ്ടിജന്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡന്റ് ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസെർട്ടൻ ഇവന്റ് വിത്തിൻ എ ഫിക്സ്ഡ് ടൈം. അതായത് എയും ബിയും തമ്മിലൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാണ്. ഈ കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു അൺസെർട്ടൻ ഇവന്റ് സംഭവിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ എ ബിയിനോട് പറയാണ്, നീ നിന്റെ MCOM 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ 10,000 രൂപ തരാം എന്നുള്ളത്. ഇതിൽ ബി എന്ന് പറയുന്ന ഒരാൾ 2 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ MCOM ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവും. എന്താണ് ഈ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനം? അല്ലെ ഈ ഒരു കണ്ടിജന്റ് കോൺട്രാക്ട് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ബി എന്ന് പറയുന്ന ഒരാൾ 2 വർഷം കൊണ്ട് MCOM എടുത്താൽ മാത്രം ഈ ഒരു കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവും. ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇനി എപ്പോഴാണ് ഇത്തരത്തിലുള്ള കണ്ടിജന്റ് കോൺട്രാക്റ്റുകൾ വോയിഡ് ആയി തീരുന്നത്? ഒന്ന്, ബി എന്ന് പറയുന്ന ഒരാൾ 2 വർഷത്തിനുള്ളിൽ ഈ MCOM കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ ഇത്തരം കണ്ടിജന്റ് കോൺട്രാക്റ്റുകൾ വോയിഡ് ആയി തീരും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെസിഫൈഡ് ഇവന്റ്, ഇവിടെ MCOM പാസ്സാവുക എന്നുള്ളതാണ് സ്പെസിഫൈഡ് ഇവന്റ്, അത് സംഭവിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു കോൺട്രാക്ട് വോയിഡ് ആയി തീരും. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ ഈ ഒരു ഫോം ചെയ്ത എയും ബിയും തമ്മിൽ ഫോം ചെയ്ത കോൺട്രാക്ട് ഒക്കെ വോയിഡ് ആയി തീരും. ഇതാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. സോ അഞ്ചാമത്തതാണ് കണ്ടിജന്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസെർട്ടൻ ഇവന്റ് വിത്തിൻ എ ഫിക്സ്ഡ് ടൈം. അതായത് ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിന്റെ, സപ്പോസ് എയും ബിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഭാവിയിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, അതൊരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ നടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഒരു അൺസെർട്ടൻ ഇവന്റ് സംഭവിക്കാതിരിക്കുക. അങ്ങനത്തെ സാഹചര്യത്തിൽ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവുക. ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കത്തിയിട്ടുണ്ടാവില്ല. ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പോവാം. ഇപ്പോൾ എ ബിനോട് പറയാണ്, ആ പോകുന്ന കപ്പൽ 3 മാർച്ചിന് അല്ലെങ്കിൽ 3 മാർച്ച് എന്ന് പറയും, മാർച്ച് 3-ാം തീയതിക്കുള്ളിൽ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ
ഞാൻ നിങ്ങൾക്ക് 1000 രൂപ തരാം എന്ന് പറയാണ്. സോ ഈ ഒരു കോൺട്രാക്ട് എപ്പോഴാണ് എക്സിക്യൂട്ട് ആവുക? ആ ഒരു ഷിപ്പ് മടങ്ങി വരാത്ത സാഹചര്യത്തിലാണ് ഇതെന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ആവുക. ഈ ഒരു എൻഫോഴ്സിബിലിറ്റി ഈ ഒരു കോൺട്രാക്റ്റിന് കൈവരിക. അല്ലെങ്കിൽ 3 മാർച്ചിന് മുന്നേ അത് മടങ്ങി വരാതിരിക്കണം. അല്ലെങ്കിൽ ഒരു 25 ഫെബ്രുവരിക്ക് ആ ഷിപ്പ് ബേൺ ചെയ്യണം, കത്തിപ്പോണം. ഇങ്ങനത്തെ 2 സാഹചര്യത്തിലും പിന്നീട് ആ ഷിപ്പ് എന്ത് ചെയ്യില്ല, മടങ്ങി വരില്ല. മടങ്ങി വന്നിട്ടില്ലെങ്കിൽ ആ അൺസേർട്ടൻ ഇവന്റ് അവിടെ സംഭവിക്കുന്നില്ല. അതും ഒരു സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ അൺസേർട്ടൻ ഇവന്റ് സംഭവിക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് ഇവിടെ എക്സിക്യൂട്ട് ആവുക. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ എപ്പോഴാണ് എൻഫോഴ്സ് ചെയ്യുക എന്ന് ചോദിക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ഫിക്സ് ചെയ്ത ആ ഒരു ടൈം അവസാനിക്കുമ്പോൾ, ഇവിടെ ആകുമ്പോൾ 3rd മാർച്ച് അവസാനിക്കുന്ന സമയത്ത് ഈ കോൺട്രാക്ട് എക്സിക്യൂട്ട് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഇവന്റ് ആണോ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ ഇവന്റ് സംഭവിക്കാതിരിക്കുക. സപ്പോസ് ഷിപ്പ് മടങ്ങി വരിക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇവന്റ്. ആ ഇവന്റ് സംഭവിക്കാതിരിക്കുക. എങ്ങനെ ആ ഇവന്റ് സംഭവിക്കാതിരിക്കുക? ആ ഷിപ്പ് നശിച്ചു പോകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഇവന്റ് സംഭവിക്കാതിരിക്കുക. ഇനി വേറെ ചില സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ടൈം കഴിഞ്ഞിട്ടുണ്ടാവില്ല, എങ്കിലും നമുക്ക് ഉറപ്പാണ് ആ ഇവന്റ് സംഭവിക്കില്ല എന്നുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത്, മാർച്ച് 3 എത്തുന്നതിന് മുന്നേ 25 ഫെബ്രുവരി ഒക്കെ പെട്ടെന്ന് അത് ബേൺ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടൈം കഴിഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കറിയാം ആ ഒരു ഇവന്റ് ഇനി അവിടെ സംഭവിക്കില്ല എന്നുള്ളത്. സോ ഇങ്ങനത്തെ സാഹചര്യത്തിലാണ് എയും ബിയും തമ്മിലുള്ള ഇത്തരം കോൺട്രാക്റ്റുകൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ആവുക. ഓക്കെ, അതാണ് 5th കാറ്റഗറിയിൽ വരുന്നത്. കണ്ടിജന്റ് കോൺട്രാക്ട് ഡിപ്പെൻഡന്റ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അൺസെർട്ടൻ ഇവന്റ് വിത്തിൻ എ ഫിക്സ്ഡ് ടൈം. ഇവിടെ നമ്മൾ ടൈം കൊടുത്തിരിക്കുന്നത് 3rd മാർച്ചാണ്. അൺസെർട്ടൻ ഇവന്റ് എന്ന് പറയുന്നത് ആ ഷിപ്പ് മടങ്ങി വരുന്നതാണ്. അത് സംഭവിക്കുന്നില്ല, ഇറ്റ്സ് നോൺ ഹാപ്പനിങ്. അതുകൊണ്ട് എയും ബിയും തമ്മിലുള്ള കോൺട്രാക്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു. ഫൈനലി, കണ്ടിജന്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ഇംപോസിബിൾ ഇവന്റ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 36 പ്രകാരം നമ്മളോട് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിന്റെ പെർഫോമൻസ് ഏതെങ്കിലും ഒരു ഇമ്പോസിബിൾ ഇവന്റിന്റെ ഹാപ്പൻസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം എഗ്രിമെന്റുകളെല്ലാം വോയിഡാണ്. എന്ന് വെച്ചാൽ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അപ്പോൾ അവർ ഈ കോൺട്രാക്റ്റിൽ വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ഒരു ഇവന്റ് ഉണ്ടായിരിക്കും. അതൊരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു ഇവന്റ് ആയിരിക്കും. അതിന്റെ മുകളിലായിരിക്കും എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ടാവുക. അത്തരം കോൺട്രാക്റ്റുകൾ വോയിഡ് ആണ് എന്നുള്ളതാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 36 പ്രകാരം പറയുന്നത്. ഇപ്പോൾ എമ്മും എന്നും തമ്മിലൊരു കോൺട്രാക്ട് വെച്ചു. എം പറയാണ്, എന്നെ 2 പാരലൽ സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് അത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു ഭാഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് രണ്ടും കൂട്ടിമുട്ടുന്ന ഒരു ഭാഗം നിനക്ക് കണ്ടുപിടിച്ച് തരാൻ കഴിയുമെങ്കിൽ നിനക്ക് ഞാൻ 6000 രൂപ തരും എന്ന് പറയാണ്. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഇവന്റ് ആണ്. കാരണം 2 പാരലൽ സ്ട്രൈറ്റ് ലൈന് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. പിന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് സംഭവിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ഇവന്റ്. അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല. സോ അതിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് വോയിഡ് ആണ്. ഇവിടെ എമ്മും എന്നും ഏർപ്പെട്ടിട്ടുള്ള കോൺട്രാക്ട് ദാറ്റ് ഈസ് വോയിഡ് ആണ്. അത്തരം കോൺട്രാക്റ്റുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്, കണ്ടിജന്റ് കോൺട്രാക്ട്സ് ഡിപ്പെൻഡന്റ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ഇമ്പോസിബിൾ ഇവന്റ്. ഓക്കെ, ഇതിന്റെ ഫൈനൽ ഭാഗമാണ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിജന്റ് കോൺട്രാക്ട്സ് ആൻഡ് വേജറിംഗ് എഗ്രിമെന്റ്. എന്താണ് വേജറിംഗ് എഗ്രിമെന്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കണ്ടിജന്റ് കോൺട്രാക്ട് എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഡിഫറൻസിന്റെ ഒരു 5 ഹിന്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിന്റെ ബാക്കിയുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ അസൈൻമെന്റ് ചെയ്യുക, എനിക്കത് അയച്ചു തരിക. ഓക്കെ.